ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ 2026 അങ്ങനെ പുതിയൊരു കാൽവെപ്പായിട്ട് വന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. അതുപോലെ തന്നെ തിരുവാതിര കഴിഞ്ഞാലും തിരുവാതിര ആശംസകൾ. എല്ലാവരും തിരുവാതിരയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ ഹാപ്പി ന്യൂ ഇയറും ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. തിരുവാതിര ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 2 ദിവസമായിട്ട് തന്നെയാണ് നാൾ വന്നേക്കണത് കേട്ടോ. അപ്പോൾ ജനുവരി 2-ാം തീയതി ഉച്ച മുതൽ ഇന്നലെ വരെയും, അതായത് 3-ാം തീയതി വരെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്തുണ്ടാവുക. ഞാൻ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഒരു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ജനുവരി 1-ാം തീയതി തന്നെ, 2026 ജനുവരി 1-ാം തീയതി തന്നെ. അതായത് ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ചിട്ട്, അവർക്ക് ക്യാൻസറായിരുന്നു. അപ്പോൾ അതൊരു നമുക്കൊരു ടെൻഷനല്ല, ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിയല്ലേ. അപ്പോൾ അവർ ചിന്തിക്കുമ്പോഴും പിന്നെ ചെറിയ പ്രായമാണ്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ 2 മക്കളുണ്ട്. അപ്പോൾ മാത്രമല്ല എന്തൊക്കെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടായിരിക്കില്ല ഓരോരുത്തർക്കും. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഒരു വിഷമം. ഇവിടെ മനുഷ്യൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരണില്ല, പോകുമ്പോഴും ഒന്നും പോണില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്ന കാലയളവ് എത്ര നമുക്കറിയില്ല. അപ്പോൾ ആ കാലയളവ് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ എന്ത് പറയുമ്പോഴും പറയും നാളെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ നമുക്ക് പോകാമെന്നൊക്കെ പറയും. അപ്പോൾ വിധിനെ കൂടിയും തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ നമുക്കറിയില്ല അല്ലേ. നമുക്കൊന്നും തീരുമാനിക്കാനായിട്ട് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ തലവര എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളും ദൈവം അവിടുന്ന് നമുക്ക് ഒക്കെ എന്താ പറയുക ഇന്ന മാതിരി എന്നുള്ളത് ആക്കിയിട്ടാണ് നമ്മളെ വിടുന്നത് അല്ലേ, അവിടുന്ന് ജനിപ്പിച്ച് വിടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓർമ്മ വെക്കുന്ന കാലം വരെയും അല്ലെങ്കിൽ ഓർമ്മ വെച്ചതിന് ശേഷം നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നൊക്കെ പണ്ടത്തെ പോലെയല്ല. പണ്ട് കൂട്ടുകുടുംബവും കാര്യങ്ങളായിട്ട് ജീവിക്കുമ്പോൾ അതൊരു കൂട്ടിപ്പിടുത്തം തന്നെയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അണുകുടുംബമാണ്. ഒരു കണക്കിന് അണുകുടുംബങ്ങൾ നല്ലതാണെന്ന് പറയാമില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷേ കൂട്ടുകുടുംബം നല്ലതാണ്. കാരണം അണുകുടുംബം ആയിട്ടാവുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് അസുഖങ്ങളായിട്ട് വരിക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴും നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടാവും. അതുപോലെ വീട്ടിലൊരാൾ അസുഖമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് ഒരാൾ അടുക്കളപ്പണി ചെയ്യാച്ച, ഒരാൾ അടുക്കിൽ തുടക്കൽ, അതുപോലെ ഒരാൾ തുണികൾ തിരുമ്പൽ, മുറ്റമടിക്കലും ഒക്കെ ഒരാൾ അസുഖമില്ലാത്ത ആളുടെ അടുത്ത് ഒരാൾ നോക്കാനായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകില്ലേ. അപ്പോൾ അധികം ആർക്കും ഭാരങ്ങളില്ലാതെ ടെൻഷനുകളില്ലാതെ അങ്ങനെ പോകാനായിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ അണുകുടുംബങ്ങളാകുമ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ പ്രത്യേകിച്ച് നമുക്ക് വീട്ടമ്മമാർക്കാണ് ഏറ്റവും ദുഃഖം ഉണ്ടാവുക, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുക. കാരണം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വീട്ടമ്മമാർ തന്നെ ചെയ്യുക. പിന്നെ പണ്ടത്തെ പോലെയല്ല കുട്ടികൾ അവരുടേതായ ഇന്നത്തെ നമ്മുടെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഒരു പരിധി വരെ മാത്രമേ അവരെന്തെങ്കിലും കാര്യത്തിന് നിലങ്ങുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട്ടമ്മമാർക്ക് തന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ. ഒരു ആശുപത്രിവാസം അല്ലെങ്കിൽ വീട്ടിൽ സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വീട്ടിലത്തെ അവനവന് തന്നെ വയ്യാതെ ആയാൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നേരം വെളുക്കണോ വൈകണ വരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകണു എന്നല്ലാണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് കാര്യങ്ങൾ നടത്താനോ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരസ്പരം കലഹിച്ചു കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം നമ്മൾ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഉള്ള കാലത്തോളം സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവരും കൂടിയിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ എല്ലാവരും വേറെ വീടുകളിലാണെങ്കിലും പരസ്പരം കാണാനും മിണ്ടാനും വിളിക്കാനും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വിളിക്കാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മരണം സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് സന്തോഷം അനുഭവിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഇനി എന്തൊക്കെ അനുഭവിക്കാണ്ട് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഓരോരോ ആഗ്രഹങ്ങൾ, മനുഷ്യന്മാരല്ലേ, ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടാവില്ല. ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞ് നമ്മൾ വിവാഹപ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും നമുക്ക് എല്ലാറ്റിനും ഉണ്ടാവും. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ അവരില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അച്ഛനും അമ്മ സഹോദരങ്ങളെക്കാൾ ഉപരി നമുക്ക് വിവാഹം കഴിഞ്ഞ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് നമ്മൾ എല്ലാം കൊണ്ടും അല്ലേ, മനസ്സുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും മറ്റ് സഹോദരങ്ങളെക്കാൾ ഉപരി എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടണത് എന്താ? ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പര വിശ്വാസം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കേട്ടോ വിശ്വാസം. അല്ലാതെ ഭാര്യയ്ക്ക് മാത്രം വിശ്വാസങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. പരസ്പരം വിശ്വാസം വേണം, സ്നേഹം വേണം, മനസ്സിലാക്കലും വേണം. അങ്ങനെ ഉണ്ടായാൽ തന്നെയാണ് ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വാർത്ഥരായിട്ടുള്ള ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ സ്വാർത്ഥരായ ഭാര്യമാരാണെന്നുണ്ടെങ്കിൽ ജീവിതം എപ്പോഴും നന്നാവില്ല, സന്തോഷമായിട്ടിരിക്കില്ല. എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും വഴക്കും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, എത്ര കാലം നമ്മൾ ജീവിക്കും എന്നുള്ളത് അറിയില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. സന്തോഷവും സമാധാനവും നമ്മൾ കണ്ടെത്തണം അല്ലേ. എന്നാൽ തന്നെ ജീവിച്ചു എന്നുള്ളതിലുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് പരസ്പര വിശ്വാസവും സ്നേഹവും അതുപോലെ ബഹുമാനം, രണ്ടു പേർക്കും ബഹുമാനം കൊടുത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ പോയ ആളറിയണില്ല ഇയാളുടെ വിഷമങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പോയ ആൾക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം കാണിക്കാനായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല എന്ന് പറയുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ പ്രകടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കേണ്ട സമയത്ത് അത് പ്രകടിപ്പിക്കണം, പ്രകടിപ്പിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഏത് സമയം നമ്മളോട് മുരടന്മാരെ പോലെ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, ഭർത്താവ് നല്ല സ്നേഹത്തോടു കൂടി വന്ന് പെരുമാറിയാലും അവരെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിലും കെട്ടിപ്പിടിച്ച് നടക്കണം, റോട്ടിൽ കൂടെ പോകുമ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് നാലാളുടെ മുന്നിൽ നിന്ന് നമ്മൾ കെട്ടിപ്പിടിക്കുന്നതല്ല. പരസ്പരം നമ്മൾ മനസ്സിലാക്കി, പരസ്പരം ബഹുമാനം കൊടുത്തും പരസ്പരം നമ്മൾ വിശ്വാസങ്ങൾ അർപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു ജീവിതം, അതിൻ്റെ സന്തോഷം സമാധാനം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മക്കളും ആ മക്കളെ നമ്മൾ നല്ല സ്നേഹമായിട്ട് വളർത്തി ചിട്ടയോടുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരേനും നമ്മൾ ഫ്രീ ആയിട്ട് വിടുക കേട്ടോ. ഫ്രീ ആയിട്ട് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവരുടേതായ ജീവിതം ജീവിക്കണം. നമ്മളെപ്പോഴും അടക്കി പിടിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കാഴ്ചപ്പാടിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ നന്നായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ കണ്ണിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെന്നപ്പെടാത്ത ഏതൊക്കെ മാർഗങ്ങളിലാണ് ചെന്നപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ചെന്നപ്പെടുക എന്നറിയില്ല കേട്ടോ. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാവും, നമ്മൾ അടക്കി പിടിച്ച് വളർത്തിയിട്ട് അവർക്ക് നമ്മൾ വിട്ട് കളയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാവും. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തുക. എല്ലാ കാര്യത്തിലും അവരെ എപ്പോഴും നമ്മളിങ്ങനെ അടിച്ചമർത്തുന്ന പോലെ ചെയ്യാതെ നമ്മൾ അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് നമ്മൾ അവരോട് പെരുമാറിയിട്ട് അവരെ കൊണ്ടുപോവുക, വളർത്തുക. അപ്പോൾ വരും തലമുറയിൽ നമ്മുടെ ആൺമക്കളാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഭാര്യമാർക്കും അവർ നന്നായിട്ട് പെരുമാറാനായിട്ട് കഴിയും. നമ്മുടെ പെൺമക്കളാണെങ്കിലും ചെന്ന വീട്ടിലും നന്നായിട്ട് പെരുമാറാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് ചിട്ടോട് കൂടി വളർത്തിക്കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന നമ്മുടെ ആൺമക്കൾ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കാണെങ്കിലും ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണെങ്കിലും ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം അവർ നന്നായി ജീവിക്കും. അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. അച്ഛനും അമ്മയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യത്തിലും അവരെ ഇടപെടാതെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചിലപ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് അങ്ങനെ ആയിക്കോളണം എന്നില്ല കിട്ടുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആ വിശ്വാസം സ്നേഹവും ആ ബഹുമാനം കൊടുത്ത് ജീവിച്ചാൽ മാത്രമാണ് നമുക്കത് കിട്ടിയെന്നുള്ളതും ഇല്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാർ പറയും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മുൻജന്മ സുഹൃത്താണ് ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയും. അല്ലെങ്കിൽ ഈ ജന്മം എങ്ങനെയായി അടുത്ത ജന്മം നന്നായിട്ട് ജീവിക്കാമെന്ന് പറയും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കേണ്ടതല്ലേ നമുക്കറിയുള്ളൂ. മുൻജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു എങ്ങനെയാണ് അറിയില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഇനി അടുത്ത ജന്മം വരുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങളാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അല്ലേ. എപ്പോഴും സന്തോഷം നല്ല ചിലപ്പോൾ ഒക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. ജീവിതമല്ലേ, അതൊക്കെ ഉണ്ടാവില്ല എന്ന് പറയണില്ല. എന്നാലും എപ്പോഴും താങ്ങും തണലായിട്ട് നമുക്ക് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും തരണം ചെയ്യാനായിട്ടൊരു കഴിവ് തന്നെയാണ് അല്ലേ. അപ്പോൾ പരസ്പരം കലഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ എപ്പോഴും ചിലവർ കാണാം ഭാര്യമാർ ഭർത്താക്കന്മാരെ മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ പെരുമാറുന്ന ഭാര്യമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയും ജീവിതം നരകതുല്യമായിരിക്കും. അല്ല
എന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഏത് സമയം അടിമയെ പോലെ കാണുന്നത്, ഒരു അടിമ അല്ലെങ്കിൽ വീടിന് തൻ്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ഒരു ഒരു പണിക്കാരി എന്ന പോലെ, അല്ലെങ്കിൽ തൻ്റെ മക്കളെ വളർത്താൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛനമ്മമാരെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭാര്യയോട് പെരുമാറുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം എപ്പോഴും അങ്ങനെ പെരുമാറി ഭാര്യയോട് ഒരു ബഹുമാനം ഇല്ലാതെ ഭാര്യ വെറും ഒരു ശമ്പളമില്ലാത്ത പണിക്കാരി എന്ന രീതിയിൽ പെരുമാറുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ കുടിച്ച് ബഹളം വെക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ അവരല്ലാതായിട്ട് തീർന്ന് അടി വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഭാര്യമാരുടെ വീട്ടുകാരെ വിളിച്ച് ഫോൺ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് കുടിച്ച് ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ആ ജീവിതത്തിൽ എന്താ സുഖമുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല കുടുംബങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ സംഭവിക്കുമ്പോഴാണ്, ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അല്ലേ. നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ബന്ധുക്കളാണെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തോ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ, എത്ര സന്തോഷമായിട്ട് ജീവിക്കാം എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ ആർക്കും എന്താ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും വിശ്വാസവും ബഹുമാനമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ തല്ലുകൂടണ്ടെന്ന് ഞാൻ പറയണില്ല. തല്ലുകൂടിയാൽ തന്നെ സ്നേഹം കൂടുള്ളൂ. തല്ലുകൂട്ടില്ല എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ശരിക്കും ജീവിക്കുന്നവരാവില്ല കേട്ടോ. കാരണം ഭാര്യയും ഭർത്താവുമ്പോൾ ചെറുതായിട്ടൊക്കെ തല്ലുകൂട്ടം. എന്താ വെച്ചാൽ രണ്ട് വ്യക്തികളാണ്, രണ്ട് അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അത് പരസ്പരം പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അങ്ങനെയും സംഭവിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചെറുതായിട്ടുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ കൂടിയാകുമ്പോൾ തന്നെയാണ് ജീവിതം അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഒരു ദിവസമൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പരസ്പരം രണ്ടുപേരും കൂടി സഹകരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികളും അവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം അല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കിട്ടുന്ന സന്തോഷങ്ങളും ഈ അനുഭവിക്കുന്ന സുഖങ്ങളും മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയോ. അപ്പോൾ ചിലർ പറയും, നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം ചിലപ്പോൾ പറയും, മരിച്ചു പോയ വ്യക്തി പോയിട്ടില്ല, ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, അപ്പോൾ നിങ്ങളതിനെ നോക്കിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതെ, അല്ലെങ്കിൽ ഭാര്യയോടൊരു ബഹുമാനം കൊടുക്കാതെ, അല്ലെങ്കിൽ ഭാര്യ ഒരു അടിമ എന്ന് ചിന്തിക്കാതെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മ എന്ന് ചിന്തിക്കാതെ പെരുമാറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവ് അവിടെ വന്നിട്ട് പറയേണ്ടത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി. കാരണം ഇവളുടെ ഈ മരണം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾക്ക് ആർക്കും എന്താ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം വൈരാഗ്യം വിരോധം വിചാരിക്കാതെ, ഭാര്യയും ഭർത്താവ് എന്ന് മാത്രമല്ല നമ്മൾ ബന്ധുക്കളായിട്ട് പോലും അങ്ങനെ പരസ്പരം വൈരാഗ്യം അല്ലെങ്കിൽ വിരോധം ഭാവിക്കാതെ എല്ലാവരും ഒന്നിച്ച് എന്നും വരണം കാണണം. അല്ലെങ്കിൽ ഓരോരുത്തരും ജീവിത സാഹചര്യങ്ങളാണ്, ആർക്കും സാമ്പത്തികമായിട്ട് അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും സഹായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അവനവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവനവൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണെന്നല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഫോൺ ചെയ്യുക, സംസാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷങ്ങളൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുക. അതൊക്കെ തന്നെയുള്ളൂ ജീവിതത്തിൽ അല്ലേ. നമ്മൾ ഈ ജീവിക്കുമ്പോൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നിച്ച് കൂട്ടത്തോട് കൂടി പെരുമാറുന്ന ഈ പെരുമാറ്റങ്ങളും ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഓർമ്മകളായിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പരസ്പരം കലഹിച്ചു, ആരായിട്ടും ബന്ധമില്ലാതെയൊക്കെ ഇരുന്നു, അങ്ങനെയായി ആർക്കും എപ്പോഴും എന്താ സംഭവിക്കാമെന്നറിയില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല അല്ലേ. ഇതിന് മുൻപും പറഞ്ഞതുപോലെ വിളിക്കാതെ നമുക്ക് വരുന്നൊരു അതിഥിയാണ് മരണം. അത് എപ്പോഴാണ് വരിക, എന്താ എങ്ങനെയാവും ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരുപാട് പേർക്ക്, ചെറുപ്പക്കാർക്ക് നമ്മൾ കുഴഞ്ഞ് വീണ് മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെയും കൂടിയും കണ്ടൊരു ആ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതാ പെട്ടെന്ന് മരിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പനി വരുന്നത് പോലെയാണ് ഇപ്പോൾ ക്യാൻസറൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഓരോരുത്തരുടെയും മരണകാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കൊരു ഞെട്ടൽ തന്നെയാണ് അല്ലേ. അപ്പോൾ പുറമേ ഉള്ള അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാൾക്ക് വരുമ്പോൾ നമുക്കൊരു ഞെട്ടലും, നമുക്ക് നമ്മുടേതായ വ്യക്തികൾക്ക് വരുമ്പോൾ ഒരു ഷോക്കും, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറി വരും. പിന്നെ ദൈവം തരുന്നൊരു അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത്. അപ്പോൾ ആ മറവി കൊണ്ട് നമ്മളെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുക. അല്ലാതെ നമുക്കൊരാൾ പോയിച്ചിട്ട് നമ്മൾക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ജീവിതത്തും അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കാനുള്ള സമയം ഓരോന്നല്ലേ ദൈവം കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാലഘട്ടം കഴിയുന്നവരെ നമ്മൾ ജീവിച്ചേ തീരുള്ളൂ. അപ്പോൾ
അങ്ങനെ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് ജീവിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.